ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖത്ത് വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ കോടികളുടെ നഷ്ടം. ഇതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് രാജ്യം. ഇന്ത്യയുടെ മുട്ടാൻ നിൽക്കുന്നതിന് മുൻപേ തന്നെ ഒന്ന് ആലോചിക്കാത്തതിന്റെ ഫലമായാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അതോടെ തന്നെ പഞ്ചാബിലെ കർഷകർ അടക്കം വലിയ പ്രതിസന്ധി നേരിട്ടു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ ചരക്ക് കപ്പലിന് വിലക്ക് ഏർപ്പെടുത്തിയതോടെ വീണ്ടും അവർ അടുത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ചരക്ക് കപ്പലുകൾ എല്ലാം തന്നെ ഇന്ത്യൻ തുറമുഖം വഴിയാണ് പോയിരുന്നത്. വിലക്ക് ഏർപ്പെടുത്തിയതോടെ വലിയ കഷ്ടതയിൽ വലയുകയാണ് പാകിസ്ഥാൻ. എന്നാൽ ഇനി എത്ര ഇതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ തങ്ങളുടെ മേൽ ഇട്ടാലും കുഴപ്പമില്ല, ഇന്ത്യയെ ദ്രോഹിക്കുക എന്നത് ഞങ്ങൾ നിർത്തില്ല എന്ന മനോഭാവത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനീർ രംഗത്തുള്ളത്. ആയതിനാൽ തന്നെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല ഇതോടുകൂടി തന്നെ പ്രതികരിക്കും എന്നതും വ്യക്തമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും അസീം മുനീർ ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് മാസം മുതൽ ഇന്ത്യ പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്കിൽ പാകിസ്ഥാൻ വലയുകയാണ്. പാകിസ്ഥാനി കപ്പലുകളെയും പാകിസ്ഥാൻ ചരക്കുമായി എത്തുന്ന കപ്പലുകളെയും ഇന്ത്യയുടെ തുറമുഖത്ത് അടുക്കുന്നതിൽ നിന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതും. നേരത്തെ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെല്ലാം തന്നെ ഇന്ത്യൻ തുറമുഖം വഴിയായിരുന്നു പോയിരുന്നത്.